നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് 2020 ശേഷം ഇതുവരെ IPL കിരീടം നേടിയിട്ടില്ല. 5 തവണ IPL ചാമ്പ്യന്മാരായ ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നുകൂടി നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരൊറ്റ കപ്പ് എടുക്കാൻ IPL ഒരൊറ്റ കിരീടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. നിരാശയാണ് ഫലം. അവർ IPL നിന്ന് പുറത്തായിരിക്കുന്നു. ഇത്തവണ പുറത്താവാൻ എന്താണ് പ്രധാന കാരണങ്ങൾ? ഒരു 3-4 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഡെത്ത് ഓവറിൽ നന്നായി പന്തെറിയുന്നതേയില്ല മുംബൈ ഇന്ത്യൻസ് എന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ജസ്പ്രീത് ബുംറയുടെ മാറി മറിഞ്ഞുള്ള ഫോമാണ്. ചില കളികളിൽ അദ്ദേഹം ഗംഭീരമായിട്ട് പന്തെറിയും. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഡെത്ത് ഓവറിൽ അദ്ദേഹം ഒരു ഓവറിൽ 3 റണ്ണ് മാത്രമാണ് കൊടുത്തത്. അന്ന് ഗംഭീരമായിരുന്നു. മറ്റ് പല മത്സരങ്ങളിലും തീരെ ഔട്ട് ഓഫ് ഫോമായിരുന്നു. മറ്റാർക്കും തന്നെ വേറെ ഒരു ബൗളർക്കും ഡെത്ത് ഓവറിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നന്നായി പന്തെറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം. മറ്റൊന്ന് ഫീൽഡിംഗ് ആണ്. ഫീൽഡിങ്ങിൽ കഴിഞ്ഞ 11 മത്സരങ്ങൾക്കിടെ 8 ക്യാച്ചാണ് നഷ്ടപ്പെടുത്തിയത്. 8 ക്യാച്ച് എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസൊക്കെ പണ്ട് ഗംഭീര ഫീൽഡേഴ്സുള്ള ടീമായിരുന്നു. കൈറാൻ പൊള്ളോഡിനെയൊക്കെ പോലെ അതിഗംഭീര ഫീൽഡേഴ്സ് ഉണ്ടായിരുന്ന ടീമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയാനകമായിട്ടാണ് അവരുടെ ഫീൽഡിങ്. മറ്റൊരു കാര്യമുള്ളത് ഈ സ്കൗട്ടിംഗ് എന്ന് പറയും. അതായത് പുതിയ താരങ്ങളെ കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ സഹോദരങ്ങൾ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്. ഇവരെല്ലാം പിന്നീട് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ 2020 ടീമിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയതാണ് ഓരോരുത്തരും. അപ്പോൾ അത് അങ്ങനെയുള്ള സ്കൗട്ടിങ് വലിയ നല്ല നിലയിൽ മുംബൈ ഇന്ത്യൻസ് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തീരെ പുതിയതായി കൊണ്ടുവന്ന ഒരു കളിക്കാരനും മെച്ചപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഒട്ടും ദോഷം ചെയ്തു മുംബൈ ഇന്ത്യൻസിന്. മോശമായിട്ടാണ് അവരൊക്കെ കളിച്ചത്. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ. ഇപ്പോൾ ബാറ്റിങ്ങിലെടുത്താൽ ബാറ്റർമാരൊട്ടും പലപ്പോഴും ഒട്ടും ഫോമിലായില്ല. അതല്ലെങ്കിൽ വേണ്ടത്ര സ്ട്രൈക്ക് റേറ്റോട് കൂടി കളിക്കാൻ കഴിയുന്നില്ല, അഗ്രസീവായി കളിക്കാൻ പറ്റുന്നില്ല. രോഹിത് ശർമ്മയുടെ പരിക്ക് അത് മറ്റൊരു കാരണം. രോഹിത് ശർമ്മ ഏതാണ്ട് സീസണിൻ്റെ പകുതിക്ക് വെച്ച് ഒരു 3-4 കളി കഴിഞ്ഞപ്പോൾ പരിക്കായി. പിന്നീട് ഇടയ്ക്ക് 3-4 കളികൾ കളിക്കാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന് ഇപ്പോൾ പതുക്കെ അങ്ങ് ആയിട്ടേ ഉള്ളൂ. അതേസമയം റയാൻ റിക്കൾട്ടൺ നന്നായി കളിക്കുമെങ്കിലും റയാൻ റിക്കൾട്ടൺ രോഹിത് ശർമ്മ ഒരുമിച്ചിറങ്ങിയ കളികളിൽ നന്നായിട്ട് ഓപ്പണിങ്ങിൽ നന്നായി ബാറ്റ് ചെയ്യായിരുന്നു. തിലക് വർമ്മ 1 സെഞ്ചുറി അടിച്ചു. അതല്ലാതെ പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും ചെയ്തില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോശം എന്ന് തന്നെ പറയണം. അദ്ദേഹം ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ടീമിന്. അങ്ങനെ പലതരം കാരണങ്ങൾ, പലതരം പ്രശ്നങ്ങൾ, ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ വർഷത്തെ ഈ IPL സീസണിലെയും ആശ അവസാനിച്ചിരിക്കുന്നു, പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു. അവർ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അടുത്ത തവണയെങ്കിലും മുംബൈ ഇന്ത്യൻസ് മെച്ചപ്പെട്ട കളി കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.